കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലൊരു ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം കുട്ടികൾക്ക് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കമൻറ്റും കൂടെ കിട്ടി. അതായത് താങ്കൾ ഇങ്ങനെ ആണോ ഈ ഓർമ്മശക്തി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു മാർഗമല്ലേ നമ്മൾ മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓരോ സംഭവങ്ങൾ നമ്മൾ ഡയറി എഴുതുന്നത് പോലെ തന്നെ എന്തെല്ലാമാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ചെറിയ കൗതുകപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മളതിനകത്ത് എഴുതി വയ്ക്കാറുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് അത് നമ്മുടെ മനസ്സിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പ്രാക്ടീസ് മാത്രം മതി. കുട്ടികൾക്ക് അതാവുന്ന തന്നെ പഠിക്കാൻ വളരെ പ്രയോജനപ്രദമാണ് അതിനും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് തയ്യാറാക്കിയത്. ഒരുപാട് പേര് പറഞ്ഞു കുട്ടികളെ ഞങ്ങളങ്ങനെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ചെയ്ത് വിജയിപ്പിച്ചവരുടെ കാര്യവും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് തന്നെയുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പം കൊച്ചു കുട്ടികളൊക്കെ ഫോണും അതൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ നമ്മുടെ ഈ കൊറോണ സമയത്തൊക്കെ ധാരാളം ഫോൺ കൈകാര്യം ചെയ്തതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടി കൊറോണ സമയത്തൊന്നും അങ്ങനെ ഫോണൊന്നും ഉപയോഗിച്ചിട്ടുള്ള, അല്ല ഫോണെന്ന് പറയുക തന്നെയും താല്പര്യം കുറഞ്ഞുള്ള ഒരു പ്രകൃതമാണ് ആ കുട്ടിക്ക്. എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെക്നിക്കൽ രംഗത്ത് ഒരു വിദഗ്ധനാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രായം 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 8 വയസ്സേ ഉള്ളൂ പ്രായം. അപ്പോൾ നമ്മൾ ഒരിക്കൽ എനിക്കിതുപോലെ ഇപ്പോൾ ഇടയ്ക്ക് ഓടി വരും വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പം എനിക്കൊരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഈ വോയിസ് മെസ്സേജാണ്. അപ്പം ആ വോയിസ് മെസ്സേജ് ഞാൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് കൊട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്പീഡിലാണിത് കേൾക്കുന്നത്. അപ്പം ഞാൻ കുട്ടിയോട് ഇത് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെയാണ്, നമുക്ക് വല്ല മാർഗമുണ്ടോ നേരെ കേൾക്കാനെന്ന് ചോദിച്ചു. നോക്കട്ടെ എപ്പോഴും പറയുന്നത്, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചുകൊണ്ട് പോയി ഇതിലൊരു അമുക്ക് കൊടുക്കണം, അത് മാത്രം ചെയ്താൽ മതി. അപ്പം അതിൻ്റെ അറ്റത്തെങ്ങാണ്ട് ഒരു അമുക്ക് കൊടുത്തിട്ട് അത് സാധാരണ വോളിയത്തിലാക്കി തിരിച്ചിഞ്ഞ് തന്നു. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവസാനം ഒരു ശകലം ഇതായിട്ട് വരും, ഫേക്കായിട്ട് വരും. അപ്പോൾ അവിടെ കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ എങ്ങനെ അപ്പോൾ അതെന്താ പ്രോബ്ലം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയും ഇന്ന പോലെ ഒരു സംഗതി ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോൾ ഞാൻ പറയും ഇനി വീണ്ടും നമ്മുടെ ഈ വീഡിയോ മേക്കറിൽ പോകണ്ടേ, വേണ്ട ഗ്യാലറി വെച്ച് തന്നെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാലറി വെച്ച് അത് റെഡിയാക്കി, എന്താണെങ്കിലും അതിൻ്റെ അറ്റം കുറച്ച് ഇങ്ങോട്ടൊന്ന് നീക്കി എന്ന് പറയുന്നതിൻ്റെ കൂട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഈ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഈ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ. പക്ഷേ ഈ കക്ഷിക്ക് അങ്ങനെ ഒരു ക്രേസൊന്നുമില്ല. ഫോൺ വേണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണം അങ്ങനെയുള്ള ക്രേസൊന്നുമില്ല. പെട്ടെന്ന് ഇതുപോലെ തന്നെ മൗസ് ചീത്തയായി കഴിഞ്ഞാലും അതുപോലെ എന്തെങ്കിലും കേടുണ്ടെങ്കിലും എല്ലാം നോക്കട്ടെ എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, എന്തിൻ്റെയും കാര്യങ്ങൾ അങ്ങനെ ഒരു വലിയ മികച്ച ഒരു ഇൻ്റലക്ച്വൽ ഒരു ബോഡിയാണ് പുള്ളി പയ്യന്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുണ്ടാവും. അപ്പോൾ ഈ കഴിവുകളൊക്കെ നമ്മൾ മാക്സിമം സഹകരിക്കുക, അതുപോലെ തന്നെ സമന്വയിപ്പിക്കാൻ ശ്രമിക്കുക. അവരുടേതായ ലോകമെന്ന് പറഞ്ഞാൽ അവിടേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻസിന് ഒറ്റയ്ക്ക് ചെന്നിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത് സെൻഡ് ചെയ്യുക, അതിനുള്ള പ്രൈസ് മേടിക്കുക. ഷീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ പോകേണ്ടി വരും ആളോട്. ബാക്കിയുള്ള ക്യാഷ് പ്രൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കൗതുകകരമായ കാര്യങ്ങളാണ്. അതായത് അവൻ 50,000 രൂപ മേടിക്കുന്നുണ്ട്, അല്ലെ 15,000 രൂപ മേടിക്കുക, എന്തോ 15,000 രൂപ അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയൊന്നും അല്ല, പാടില്ല. എല്ലാത്തിനും നമ്മളൊരു
എൻകറേജ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കുട്ടി ഇപ്പം പിന്നെ മുറ്റത്ത് ഒരു ചെടി നട്ടിട്ട് അച്ഛാതേണ്ട ഒരു ചെടി ഞാൻ നട്ടിട്ടുണ്ട് എന്ന് പറയുന്ന അച്ഛനോട് ഒന്നേ കാലിലെ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇല്ലില്ല, ഞാനൊരു തിരക്കിട്ട പണിയിലാണ് നിൽക്കുന്നത്, കുറച്ച് കഴിയും വരാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ചെറിയ നിരാശ തോന്നും. അപ്പം അമ്മയെ വിളിക്കുകയാണെങ്കിൽ അമ്മ ചിലപ്പോൾ അടുക്കള പണിയിൽ വ്യാപൃതയായിരിക്കും. പക്ഷേ ഇവർ രണ്ടുപേരും കുട്ടിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരിക്കും ബാക്കിയുള്ളവരോട് പറയുന്നത്. പക്ഷേ കുട്ടിയുടെ മൈൻഡിൽ ഇവരുടെ ഒപ്പമുള്ള ഈ ലോകം എന്ന് പറയുന്നത് ഒരു നിരുത്സാഹപ്പെടുത്തലിൻ്റേതായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കുക. ചെടി വളർന്നോ, നട്ടായിരുന്നോ, എത്ര ദിവസമായി, ഇങ്ങനെയാണ് ഇപ്പം എന്നിട്ട് അതിന് നമ്മൾ വളം ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ചെവിടെ ഒന്ന് ഇളക്കുന്ന കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബാക്കി കാര്യങ്ങൾ എന്ത് കാര്യങ്ങളിലും സഹകരിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പം അടുക്കള കാര്യം എന്നുള്ളതല്ല, അതിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അരയ്ക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ മുളവിൻ്റെ ഞെടുപ്പിറുക്കുന്ന കാര്യം അല്ലെങ്കിൽ വേറെ കടുവറക്കുന്ന എന്ത് കാര്യത്തിലും കുട്ടിയെ കൂടി സഹകരിപ്പിക്കുക. അപ്പോൾ അവരിൽ ഒരാളായിട്ട് കുട്ടിക്ക് മാറണം എന്നുള്ളതാണ് താല്പര്യം. അതായത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൗരവമായിട്ടൊരു കാര്യം സംസാരിച്ചു മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്താണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കുട്ടികളോടും കൂടെ പറയുക. ഇപ്പം ഇതുപോലെ തന്നെ ഈ എന്താ പറയുന്നത്, ഇവർ തമ്മിൽ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ കേട്ടിരുന്നത് ഇങ്ങനെയാണ്. അതായത് അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇയാളോട് ഈ ഗൃഹനാഥനോട് ഓരോ കാര്യങ്ങൾ ഒരു അനോണിമസ് കോളിലൂടെ ചോദിച്ചപ്പോൾ ഇത് ബാങ്കിൻ്റെ കുറേ വിവരങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ATM കാർഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ കൊടുത്തു. അപ്പോൾ അത്രയും പോരെ അക്കൗണ്ടിലെ പൈസ മുഴുവൻ തീരാൻ. അപ്പോൾ ഈ രണ്ടുപേരുടെയും മുഖം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വന്ന് ചെക്ക് ചെയ്യും. എന്താണ് ഇവിടെ എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ചെക്ക് ചെയ്തിട്ട് അവസാനം ബുദ്ധിമുട്ടാണ്, എനിക്ക് സഹായിക്കാൻ വല്ലതും പറ്റുമോ എന്നറിയാനാണ് കുട്ടികളങ്ങനെ ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതൊന്ന് ക്യൂരിയോസിറ്റി, അതൊന്ന് അറിയണം എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, മിണ്ടിപ്പോരുത്, മാറിക്കോ, ഞങ്ങളിവിടെ ഗൗരവമായിട്ടൊരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോഴും അമ്മ മുഖം തിരിച്ചതേ ഉള്ളൂ, സംസാരിച്ചില്ല. അപ്പോൾ ഈ പോകുന്ന പോക്കിൽ എന്തോ കാർഡിൻ്റെ കാര്യമോ നഷ്ടപ്പെട്ട കാര്യമോ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. പെട്ടെന്ന് തന്നെ അവനറിയാം അവൻ്റെ അച്ഛൻ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെന്ന്. അപ്പോൾ ഈ സംഭവിക്കാത്ത എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി കുട്ടി ഇതിപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവരുടെ അളിയനെ വിളിച്ച് പറയണോ, അവൻ മറ്റേ ജോലിയാണ്, വലിയൊരു ഉയർന്ന ജോലിയാണ്, അയാളെ ഇടപെട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്യും എന്നൊക്കെയാണ്. കുട്ടി പെട്ടെന്ന് തന്നെ അപ്പുറത്തെ മുറിയിൽ പോയിട്ട് അവിടെ ഇരുന്ന ഫോണിൽ ബാങ്കിലേക്ക് വിളിച്ച് പറഞ്ഞു, ഇതുപോലെ തന്നെ ATM കാർഡൊന്ന് ബ്ലോക്ക് ആക്കിയേക്കണം, അച്ഛൻ്റെ ഇത് നഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. സംഭവം സൊല്യൂഷൻ ഈസ് ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ വിചാരിക്കും കൊച്ചു കുട്ടികളല്ലേ, അവർക്കെന്തോ അറിയാം, അവരോടൊന്നും പറയണ്ട ഇങ്ങനെയുള്ള കാര്യം. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ 100 ഇരട്ടിയാണ്. ഇപ്പം നമ്മൾ ഇത്രയും ആയിക്കഴിയുമ്പോഴാണ് നമ്മളുടെ ചിന്തകൾ ഈ ATMയിലേക്കും ഇങ്ങനെയുള്ള ടെക്നോളജിയിലേക്കും നീങ്ങുന്നത്. അവർ ജനിച്ചപ്പോൾ മുതൽ ഈ ടെക്നോളജിയിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുമായിട്ടും പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സബ്ജക്ട്സ് ഉണ്ടാക്കുക. അത് ക്രിയേറ്റീവ് ആയിക്കോട്ടെ, ക്രിയേറ്റീവ് ആകാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് എന്തായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ? അത് കഥകൾ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ ബാക്കി എന്തായിരിക്കും? ഇങ്ങനെയാണ് വലിയ പ്രാസംഗികനാവുന്നതും. അതുപോലെ തന്നെ ചില essay റൈറ്റിങ്ങൊക്കെ ഉണ്ട് സ്കൂളിൽ. അതിനൊക്കെ അങ്ങനെയുള്ള ഈ മെത്തേഡ് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഈ രണ്ടാം തരക്കാരായിട്ട് നിർത്താതെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുത്തുക. അപ്പം അങ്ങനെയൊക്കെയാണ് തന്നെ അവരുടെ ഈ തലച്ചോറ് പ്രവർത്തിക്കാൻ എന്ത് വേണം. അപ്പോൾ ഒരു കുട്ടിയോട്, എൻ്റെ മോളോടാണെങ്കിലും ചിലപ്പോൾ പറയും, നീ പറഞ്ഞത് നല്ല ഒന്നാന്തരം ഒരു ഐഡിയ ആണ്, ഇങ്ങനെ വേണം ഐഡിയ പറയാൻ, ഇങ്ങനെ വേണം സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടേ. പിന്നെ അവൾ ചിന്തിക്കുന്ന ഉടനെ 2-3 തരത്തിലുള്ള
ആശയങ്ങൾ രൂപീകരിച്ച് കഴിയുമ്പോൾ സ്വയം ആലോചിക്കുക ഇതിലേതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് ആദ്യത്തെ പ്രോത്സാഹനം നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറം ചാടിയുള്ളത് വേണം പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ആ രീതിയിൽ അവരുടെ മനസ്സിനെ ക്രമീകരിക്കുക, തലച്ചോറിനെ ക്രമീകരിക്കുക, അങ്ങനെ ചിന്തിക്കാൻ അവർക്കൊരു പ്രേരണ കൊടുക്കുക. ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവർ വരുന്നുണ്ട് പിന്നെ നീ കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ആ ലെവലിൽ നിന്ന് സംസാരിച്ചാൽ മതി. അതുപോലെ തന്നെ കൂടുതൽ വലിയവരുടെ കാര്യങ്ങൾ വലിയവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളിലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടുക. അതുപോലെ തന്നെ പത്രങ്ങളിലെ ന്യൂസുകൾ വരുന്നുണ്ട്, അവ ചിലപ്പോൾ ചർച്ച ചെയ്യും നമ്മളുമായിട്ട് വന്നിരുന്നു. ഇപ്പം ബസ് അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ, അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് സ്കൂളിലെ കാര്യങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതന്നെ. നമ്മൾ നെഗറ്റീവായിട്ടല്ല എല്ലാത്തിനെയും കാണേണ്ടത്, അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പം നിൻ്റെ മനസ്സിലുള്ള സൊല്യൂഷൻ എന്താണ് എന്നിവിടെ പറയുക, എങ്കിലേ അവരുടെ മൈൻഡ് നല്ല രീതിയിൽ വികസിക്കാനും അതുപോലെ തന്നെ ഉയർന്ന ചിന്തകൾ. അപ്പോൾ ഇവരൊക്കെ നമുക്കറിയില്ല, ഇവരൊക്കെ ഏതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞ കുട്ടിയുടെ കാര്യം തന്നെയാണെങ്കിലും ഇപ്പോൾ ഫോൺ റെഡിയാക്കുന്നുണ്ട്. ആ കുട്ടിയാണെങ്കിൽ തന്നെ വളർന്നു വലുതാകുമ്പോൾ ഏതൊക്കെ നിലകളിലാകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ നിസ്സാരമാക്കി കാണാൻ അനുവദിക്കാതിരിക്കുക. ഇനി നമുക്ക് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നാളെ കാണാം. താങ്ക് യു.